ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്നതുപോലെ 2025 ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ തിരുജനനത്തിൻ്റെ സാധാരണ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അതിനൊരുക്കമായി 2024 പ്രാർത്ഥനയുടെ വർഷമായിട്ടാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നതും അതിനെ തുടർന്ന് പ്രാർത്ഥനയുടെ വർഷത്തിൽ ആഗോള കത്തോലിക്ക സഭയെ ഒരുക്കുവാനായിട്ടാണ് റോമിൽ നിന്ന്, വത്തിക്കാനിൽ നിന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മുടെ പരിചിന്തനത്തിന് വിഷയം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായമായ നമ്മുടെ ഇടവക സമൂഹം ഒരു പ്രാർത്ഥനാ സമൂഹമായിട്ട് എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ചില ചിന്തകളാണ് നാം ഈ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവർ, നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടവകകൾ ഒരു പ്രവർത്തക സമൂഹം അല്ല, പകരം അത് പ്രാർത്ഥിക്കുന്ന സമൂഹമാണ്. നമ്മുടെ ഇടവക സമൂഹം പ്രാർത്ഥിക്കുന്ന സമൂഹമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം, ഒരു ഇടവക സമൂഹം പ്രാർത്ഥിക്കുന്ന സമൂഹമാകുമ്പോൾ മാത്രമാണ് ആ ദൗത്യം നിറവേറ്റാൻ സാധിക്കുന്നത്. മാർപ്പാപ്പ ഈ പുസ്തകത്തിലൂടെ എങ്ങനെ നമ്മുടെ ഇടവക സമൂഹത്തെ ഫലപ്രദമായി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് വളരെ നല്ല ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ ഇടവകയിൽ വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഇടവക പ്രാർത്ഥനാ സമൂഹമായി ഒരുമിച്ച് സഞ്ചരിക്കാനുള്ള ആദ്യത്തെ മാർഗമായിട്ട് മാർപ്പാപ്പ പറയുന്നു. നമുക്ക് നമ്മുടെ ഇടവകകളിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന ബലിയർപ്പണമാണല്ലോ ഏറ്റവും വലിയ പ്രാർത്ഥന. ഇതിനെ എങ്ങനെ നമ്മുടെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയും ഒപ്പം ഒരു സമൂഹ പ്രാർത്ഥനയുമായിട്ട് കുറച്ചുകൂടി അനുഭവവേദ്യമാക്കി നമ്മുടെ ബലിയർപ്പണങ്ങളെ മാറ്റാം. അതിന് മാർപ്പാപ്പ 4 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പരിചിന്തനത്തിന് 4 പ്രായോഗിക കാര്യങ്ങൾ തരുന്നുണ്ട്. ഒന്ന്, മാർപ്പാപ്പ പറയുന്നത് ബലിയർപ്പണത്തിൽ ബലിയർപ്പണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥമാഴമായി ഗ്രഹിക്കണം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അനുഷ്ഠാനങ്ങൾ, ആംഗ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് വേണം ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ. ഒരു ഉദാഹരണത്തിന്, നാം പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ അനുരഞ്ജിതരായി തീർന്നിടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്. നമ്മുടെ ഇടവക വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളതിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കി ചുറ്റുമുള്ളവരോടും ചുവട്ടിലുള്ളതിനോടും എല്ലാറ്റിനോടും നമ്മളോടും തന്നെ അനുരഞ്ജനപ്പെട്ടുകൊണ്ടാണ് നാം ഈ വിശുദ്ധ കുർബാന എന്ന വലിയ പ്രാർത്ഥന ആരംഭിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം അർത്ഥവത്തായി തീരും. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, വിശുദ്ധ കുർബാനയിൽ കാർമ്മികനും അതുപോലെ ശുശ്രൂഷികളും സമൂഹവും ഒക്കെ ഉച്ചരിക്കുന്ന പ്രാർത്ഥനകൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനകത്ത് ഇഴുകിച്ചേർന്നുകൊണ്ടാണ് നമുക്ക് ഈ ബലിയർപ്പണത്തെ ഒരു പ്രാർത്ഥനാ അനുഭവമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത്. 2, വിശുദ്ധ കുർബാന എങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അനുഭവമാക്കി മാറ്റാം എന്നതിന് മാർപ്പാപ്പ നമുക്ക് തരുന്ന 2-ാമത്തെ ചിന്ത, വിശുദ്ധ കുർബാനയിൽ നിർബന്ധമായും നാം കേൾക്കുന്ന വചന ശുശ്രൂഷ, വചന പ്രഘോഷണം, വിശുദ്ധ കുർബാനയുടെ ഇടയിൽ നാം കേൾക്കുന്ന വചനം, അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആ വചനത്തെ ഏറ്റെടുക്കണം. ആ വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കണം. ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മെ കണ്ടെത്തണം. ഇത് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന നമ്മെ സംബന്ധിച്ച് ഒരു പ്രാർത്ഥന അനുഭവമായിട്ട് മാറുന്നത്. 3-ാമത്തേത്, വിശുദ്ധ കുർബാനയിലെ അർപ്പണവും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരണവും. വിശുദ്ധ കുർബാനയിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ സൗഖ്യപ്പെടുമ്പോഴാണ് നമുക്ക് വിശുദ്ധ കുർബാന അനുഭവമായി മാറുന്നത്. അപ്പോൾ 1, വിശുദ്ധ കുർബാന എങ്ങനെ അനുഭവപ്രദമാക്കി മാറ്റാം. 2, മാർപ്പാപ്പ നമുക്ക് തരുന്നത് സഭയുടെ യാമപ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാം. ഉദാഹരണത്തിന്, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ സഭ ഒരു ദിവസത്തിൽ പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 3-ാം മണിക്കൂറിൽ, 6-ാം മണിക്കൂർ, 9-ാം മണിക്കൂർ, 12-ാം മണിക്കൂർ, ഇങ്ങനെയൊക്കെ. ഇതെല്ലാം സഭയിൽ ഇന്നും നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ ഇത്തരം പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും അതുപോലെ സായാഹ്നത്തിലും ഒക്കെയുള്ള പ്രാർത്ഥനകളുണ്ട്. ഇത് ഇടവക സമൂഹം ഒരുമിച്ച് അർപ്പിച്ചാൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രാർത്ഥനയുടെ അനുഭവമായിട്ട് മാറും. 3-ാമത്തെ കാര്യം മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള ആരാധനകളാണ്.
അത് ശബ്ദമുയർത്തിയുള്ള ആരാധനകളും നിശബ്ദമായ ആരാധനകളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ, സമൂഹ പ്രാർത്ഥനയുടെ, ഇടവക സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ബലം വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന കാര്യങ്ങളാണ്. നാലാമത്തത്, മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ മാർഗം കർത്താവിൻ്റെ 24 മണിക്കൂർ എന്നതാണ്. അതായത് നോമ്പുകാലങ്ങളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ആ രാത്രി മുഴുവൻ തുടർന്ന് ശനിയാഴ്ച വൈകുന്നേരം ആരംഭിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനാ രീതികൾ. അപ്പോൾ 4 കാര്യങ്ങളാണ് ഇടവക സമൂഹത്തെ പ്രാർത്ഥനാ സമൂഹമാക്കി മാറ്റാൻ പരിശുദ്ധ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. 1, അനുഭവപ്രദമായ വിശുദ്ധ ബലിയർപ്പണം. 2, സഭയുടെ യാമപ്രാർത്ഥനകൾ ഇടവക സമൂഹം ഒന്നിച്ചർപ്പിക്കുന്നത്. 3, ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള ആരാധനകൾ. 4, കർത്താവിൻ്റെ 24 മണിക്കൂർ ആചരണം. ഇങ്ങനെ നമ്മുടെ ഇടവക സമൂഹത്തെ ഒരു പ്രാർത്ഥനാ സമൂഹമാക്കി മാറ്റാൻ പരിശുദ്ധ മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നു. നമുക്കതുകൊണ്ട് പ്രാർത്ഥനയുടെ മനുഷ്യരായി മുന്നോട്ട് പോകാം.